ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ രഘുനന്ദനൻ. നമ്മൾ ഈ കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ സോൾവ് ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പറയുന്നത് ദ വാല്യൂ ഓഫ് സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 ഈസ് ഡാഷ്. ഒരു മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം സൈൻ ഓഫ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് ആ സൈൻ ഓഫ് ഇതിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ലെറ്റ് ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 നമുക്ക് ഏതെങ്കിലും ആംഗിൾ തീറ്റ ആണെന്ന് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ലെറ്റ് ചെയ്യുക, സപ്പോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് പറയാലോ റൂട്ട് 3 എന്ന് പറയുന്നത് എന്താണ്, ടാൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ടാൻ തീറ്റ ഇപ്പൊ ടാൻ തീറ്റ റൂട്ട് 3 ഏത് ആംഗിളിലാണ് ആവുക നമുക്കറിയാം. തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി, ദാറ്റ് ഈസ് π/3 വരുമ്പോഴാണ് ടാൻ തീറ്റ എന്താവുക, റൂട്ട് 3 ആവുക. അപ്പൊ ഇവിടുന്ന് നമുക്ക് മനസ്സിലായി തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി അല്ലെങ്കിൽ π/3 ആണ്. അപ്പൊ ഇവിടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഒരു വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, തീറ്റയുടെ വാല്യൂ. ഇനി ഈ നമുക്കിവിടെ കിട്ടിയത് ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 വാല്യൂ ആണ് എന്ത്, π/3 എന്ന് കിട്ടിയത് അല്ലേ. ഇവിടെ തീറ്റ ഈക്വൽ π/3. ആ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് റൂട്ട് 3, ടാൻ ഇൻവേഴ്സ് റൂട്ട് 3. അപ്പോൾ ഇവിടെ നമ്മൾ ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 ഈക്വൽ തീറ്റ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. തീറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് എത്രയാണ്, π/3 ആണ്. ഓക്കെ, അപ്പോൾ സൈൻ π/3, സൈൻ π/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, റൂട്ട് 3/2. അപ്പോൾ ഏത് ഓപ്ഷനാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക, റൂട്ട് 3/2 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് നെഗറ്റീവ് 1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് നെഗറ്റീവ് 1/2. ഈ ഒരു 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇത് 2 രീതിയിൽ ചെയ്യാം. ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡ് വെച്ചിട്ടും ചെയ്യാം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടും ചെയ്യാം, π/2 ആണ്, അത് വെച്ചിട്ടും ചെയ്യാം. അല്ലെങ്കിൽ 3ന്റെ വാല്യൂവും കൂടി എന്താണ് ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ടാൻ ഇൻവേഴ്സ് 1, ടാൻ ഇൻവേഴ്സ് 1ന്റെ വാല്യൂ എന്തായിരിക്കും, π/4 ആയിരിക്കും അല്ലെ. കാരണം ടാൻ ഇൻവേഴ്സ് 1 നമ്മൾ തീറ്റ കൊടുത്താൽ 1 എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ആണ്. ടാൻ തീറ്റ എപ്പോഴാ 1 ആവുക, തീറ്റ π/4 ആവുമ്പോൾ അല്ലെ. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാണ്, π/4 ആണ്. അതേപോലെ തന്നെ കോസ് ഇൻവേഴ്സ് നെഗറ്റീവ് 1/2, കോസ് ഇൻവേഴ്സ് നെഗറ്റീവ് 1/2 എന്ന് പറഞ്ഞാൽ ഏതാ ഇത്, എന്റെ റേഞ്ച് നോക്കണം. അപ്പൊ ക്ലോസ്ഡ് ഇന്റർവെൽ 0 to π ആണ് എന്ത്, അതിന്റെ റേഞ്ച് ഓഫ് പ്രിൻസിപ്പൽ വാല്യൂ ഇത് വരിക 0 to π ആണ്. അപ്പൊ 0 to π ആവുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ തന്നെ നോക്കണം. അപ്പൊ സെക്കൻഡ്, കാരണം ഇവിടെ നോക്കൂ നെഗറ്റീവ് 1/2 ആണ് അല്ലെ, നെഗറ്റീവ് 1/2 ആണ്. അപ്പോ കോസ് ഇൻവേഴ്സ് നെഗറ്റീവ് 1/2 നമ്മൾ തീറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് 1/2 എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ആയിരിക്കും. കോസ് നെഗറ്റീവ് ആവുക, സെക്കൻഡ് ക്വാഡ്രന്റ് എടുക്കാൻ കാരണം അതിന്റെ റേഞ്ച് ഇതിങ്ങനെ ആയതുകൊണ്ടാണ് 0 to π. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആവുമ്പോൾ π മൈനസ് സംതിങ് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ കൊടുക്കും, π മൈനസ് π/3. കാരണം 1/2 എന്ന് പറഞ്ഞാൽ തീറ്റ ഏത് ആംഗിൾ കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഏത് റേഡിയൻ വാല്യൂ കൊടുക്കുമ്പോഴാണ് 1/2 വരെ, നെഗറ്റീവ് അവിടെ നിൽക്കട്ടെ, 1/2 വരെ എപ്പോഴാണ്, 60 ഡിഗ്രിയിലാണ് അല്ലെ, π/3യിലാണ്. അപ്പൊ π/3, അപ്പൊ കോസ് π മൈനസ് π/3 ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക, നെഗറ്റീവ് 1/2 ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നെഗറ്റീവ് 1/2 കിട്ടണം. കാരണം ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, π മൈനസ് സംതിങ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ കോസ് π മൈനസ് π/3 എന്ന് പറഞ്ഞാൽ കോസ് 2π/3 ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ വാല്യൂ π/4 കിട്ടി. ഇവിടെ നമുക്ക് എന്താ കിട്ടുക വാല്യൂ, π മൈനസ് π/3 2π/3 എന്ന് കിട്ടും. പ്ലസ് ഇനി ഇവിടുത്തെ റേഞ്ച് നമുക്കറിയാം, മൈനസ് ഇതിന്റെ റേഞ്ച് എന്താണ്, നെഗറ്റീവ് π/2 to π/2 ആണ്, പോസിറ്റീവ് π/2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എടുക്കാം, ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ തന്നെ എടുക്കുക. നമുക്കറിയാം സൈൻ എപ്പോഴാണ് 1/2 ആവുക, π/6 വാല്യൂലാണ് 1/2 ആവുക. സോ ഇവിടെ നമുക്ക് എങ്ങനെ കൊടുക്കാം, നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് π/6 കൊടുക്കാം. കാരണം ഇതിന്റെ റേഞ്ച് ഇപ്പോൾ നെഗറ്റീവ് π/2 to π/2 ആണ്. അപ്പൊ ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ ഇതിന്റെ വാല്യൂ കാണാനാണ് പറയുന്നത്. ഇപ്പൊ π/4 പ്ലസ്
2π/3 മൈനസ് π/6 ഇങ്ങനെ കിട്ടി. ഇനി ഇതിനെ ആഡ് ചെയ്താൽ നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് LCM എടുക്കുകയാണെങ്കിൽ 12 ആയിരിക്കും LCM ഇൻറ്റു 4 ഇൻറ്റു 2. അപ്പോൾ 3π പ്ലസ് 8π മൈനസ് 2π ഡിവൈഡഡ് ബൈ 12 അല്ലേ. അപ്പോൾ 9π/12 കിട്ടും, 3π/4 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്താണ്? 3π/4. ഇനി ഇതിനെ ഞാൻ പറഞ്ഞു രണ്ട് രീതിയിൽ ചെയ്യാം. ഇത് നമുക്ക് നോക്കി നോക്കൂ. കോസ് ഇൻവേഴ്സ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/2 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് π/2 എന്ന് പഠിച്ചു അല്ലേ. ഇതെന്താണ്? π/2 എന്ന് പഠിച്ചു. ഇനി നമുക്ക് ഓൾറെഡി ഇവിടെ π/4 ആണെന്ന് അറിയാം. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. π/4 പ്ലസ് π/2. π/4 കാൽ പ്ലസ് അര എത്രയാണ്? 3/4. 3π/4 ഇങ്ങനെയും കിട്ടും. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കുറച്ച് എന്താ പറയുക, എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ ചെയ്യായിരിക്കും നന്നാവുക. കാരണം റേഞ്ചും ഇതൊക്കെ എഴുതിയിട്ട് ചെയ്യുമ്പോൾ ആ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ MCQ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ 3π/4 ആണ് അതിൻ്റെ വാല്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.